ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും പേരക്ക കൊണ്ടുള്ള ഒരു ഷേക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പേരക്ക ഷേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ഷേക്കിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പേരയ്ക്കാണ് കേട്ടോ. അപ്പോൾ പേരയ്ക്ക എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ പഴുപ്പായ പേരയ്ക്ക വെച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അധികം പഴുക്കാനും പാടില്ല, പഴുപ്പ് കുറയാനും പാടില്ല. ആ ഒരു പാകത്തിനുള്ള പഴുപ്പാകുന്ന സമയത്തുള്ള പേരയ്ക്ക വെച്ച് ചെയ്യട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി കളയേണ്ടവർക്ക് തൊലി കളയട്ടോ. ഞാനിപ്പോൾ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലി കളയാതെ തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ചൊരു വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒന്ന് ചേർക്കാം. ആവശ്യത്തിനുള്ള പാല് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള മധുരം കൂടി ചേർക്കട്ടോ. പേരക്കയ്ക്ക് നല്ല മധുരമുള്ള പേരക്കയാണെങ്കിൽ അതിൻ്റെ പാകത്തിനുള്ള പഞ്ചസാര ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് നല്ല മധുരമുള്ള പേരക്കയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് ഇടാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഷേക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല പഴുത്ത, കുറച്ച് പഴുപ്പാവുമ്പോഴുള്ള പേരയ്ക്കൊക്കെ കുട്ടികൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ചിലപ്പോൾ കളറൊക്കെ പച്ച കളർന്ന് മഞ്ഞ കളറാകുന്ന സമയത്തൊക്കെ കുട്ടികൾ കഴിക്കാതിരിക്കും. ഇവിടെയുള്ള മക്കൾ അങ്ങനെയാണ്, മഞ്ഞ കളർ കണ്ടാൽ കഴിക്കില്ല. പേരക്ക മഞ്ഞ കളറായി വരുന്ന ടൈമിൽ വേണം കേട്ടോ നമ്മൾ അടിക്കാൻ. കൂടുതൽ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ പേരക്ക വെച്ചടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ഷേക്കാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.